കോതമംഗലത്ത് ഓടകളുടെ ശുചീകരണം തുടങ്ങി. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു ഉദ്ഘാടനം നിർവഹിച്ചു. തങ്കളം ജംഗ്ഷനിൽ നിന്നായിരുന്നു തുടക്കം. ജനപ്രതിനിധികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി കോതമംഗലം നഗരസഭയിൽ ഓടകൾ വൃത്തിയാക്കുന്ന ജോലി തുടങ്ങി. ശുചീകരണത്തിന്റെ മുനിസിപ്പാലിറ്റി തല ഉദ്ഘാടനം തങ്കളം ജംഗ്ഷനിൽ നടന്നു. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു ഉദ്ഘാടനം നിർവഹിച്ചു. കോതമംഗലം നഗരസഭയിൽ ഞങ്ങൾ ഭരണം കയറിയ ശേഷം ഞങ്ങൾ ചിന്തിച്ച ഒരു പ്രശ്നമാണ്, അതായത് ടൗൺ ഭാഗത്തുള്ള വെള്ളക്കെട്ട് പരിഹരിക്കുക എന്നുള്ളത്. കുറച്ച് ദിവസങ്ങളായി അതായത് വൈസ് ചെയർമാൻ്റെ നേതൃത്വത്തിലും ഇതിൻ്റെ ആലോചന യോഗങ്ങൾ നടത്തിയിട്ട് പല ദിവസങ്ങളായി. നാട്ടുകാരൊക്കെ അതിനകത്ത് ഇടപെട്ടു, മർച്ചൻ്റ് അസോസിയേഷൻകാരും ഇടപെട്ട് ഇങ്ങനെ ഇന്ന് തീരുമാനം എടുക്കുകയും ഇന്ന് നമ്മുടെ ഈ ഓടകൾ ചെളി നിറഞ്ഞു കിടക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും വെള്ളക്കെട്ടുണ്ടാകുന്നത്. ആ വെള്ളക്കെട്ട് പരിഹരിച്ചാലാണ് നമുക്ക് വെള്ളക്കെട്ട് ഉണ്ടാകാതിരിക്കുള്ളൂ. അതിനിന്ന് ഈ ചെളി കോരാനായിട്ട് ടെൻഡർ വിളിക്കും. ടെൻഡറുടെ അടിസ്ഥാനത്തിൽ മൂന്നാല് പേര് അതിന് ടെൻഡർ വയ്ക്കുകയും ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഒരു ആളിത് എടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മളിതിവിടെ ആരംഭിക്കുകയാണ് ഈ ഓടകളുടെ പുനർനിർമ്മാണം. വൈസ് ചെയർമാൻ പ്രിൻസ് വർക്കി അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു ജിജോ ആമുഖ പ്രഭാഷണം നടത്തി. സ്ഥിരം സമിതി അധ്യക്ഷരായ അനൂപ് ജോർജ്, അബിത ടീച്ചർ, വാർഡ് കൗൺസിലർമാരായ മിനി മാത്യു, CCM ഷിജി KS, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിന്ദു രാമചന്ദ്രൻ, സുരേഷ് VV, നവീൻ PB, സജീവ് M കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ നഗരസഭയിൽ വർഷങ്ങളായിട്ട് നമ്മുടെ നഗരസഭാ അതിർത്തിക്കുള്ളിൽ പ്രത്യേകിച്ച് ടൗൺ പ്രദേശത്തുള്ള കാനകൾ നമ്മൾ കോരി വൃത്തിയാക്കുന്ന കാര്യത്തിൽ ചെറിയൊരു അലംഭാവം ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. അതിന് പരിഹാരമായിട്ട് നഗരസഭയുടെ ടൗൺ പ്രദേശത്തുള്ള മുഴുവൻ കാനകളും മണ്ണ് അടിഞ്ഞ് വീണിട്ടുള്ളതാണ്. അത് നന്നായിട്ട് അത് കോരി മാറ്റി വെള്ളം നാച്ചുറൽ ഫ്ലോ പോലെ നന്നായിട്ട് പോകാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ മഴക്കാലത്തിന് മുമ്പായിട്ട് നമ്മുടെ പകർച്ചവ്യാധികളടക്കം പ്രശ്നങ്ങളുണ്ട്. അതിനൊക്കെ തടയിടുവാൻ വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഉപകരിക്കും. ഇതിനുവേണ്ടി നഗരസഭയുടെ ഹെൽത്ത് വിഭാഗം നേതൃത്വം കൊടുത്താണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ശുചീകരണ പ്രക്രിയയ്ക്കും തുടക്കം കുറിക്കുന്നത്. വരും ദിവസങ്ങൾ അത് പൂർത്തീകരിക്കും. മഴയ്ക്ക് മുമ്പ് തന്നെ അത് പൂർത്തീകരിക്കുമെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. ശുചിത്വ മിഷൻ, ഖരമാലിന്യ സംസ്കരണ പദ്ധതി ജീവനക്കാരും രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു. മീഡിയ 60 കോതമംഗലം.